സാർ, ഞാൻ ഈ ബജറ്റിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. എന്തായിരിക്കണം ബജറ്റ്, എന്തായിക്കൂടാ ബജറ്റ് എന്നതിനെ സംബന്ധിച്ച് ഏറെ ആദരണീയനായ കേരളത്തിൻ്റെ സാമൂഹ്യ ചിന്തകൻ കൂടിയായിട്ടുള്ള രവീന്ദ്രനാഥ് മാഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ചാളുകളുണ്ടെങ്കിലും അപ്പുറത്തിരിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി അടക്കമുള്ള ആ സന്ദർഭത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയ ചില അംഗങ്ങളടക്കമുള്ള എന്തായിക്കൂടാ ബജറ്റ് എന്നും ആയിരിക്കണം കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയെ നയിക്കുന്ന ബജറ്റ് എന്നും രവീന്ദ്രനാഥ് മാഷ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വളരെ വലിയ തോതിലുള്ള ആഘോഷ പ്രതികരണങ്ങളൊക്കെ സഭാതലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒന്നും സ്ഥിരമല്ല ഉന്നതമായ കുന്നുപോലും എന്ന് കവികൾ പാടിയിട്ടുണ്ട്. 100 കൊല്ലത്തേക്ക് മഹർഷി ശാപം പോലെ ഭസ്മമെറിഞ്ഞ് പുറത്താക്കി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പുറന്തള്ളാൻ തീരുമാനിച്ചു പോയവരൊക്കെ ഉണ്ടായിരുന്നു. 41 നിന്ന് 99 വളർന്നു വന്ന അന്തരീക്ഷവും കേരള നിയമസഭ കണ്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ പഴയ ഓർമ്മയാണ് ഓർമ്മ വരുന്നത്. പ്ലാവിൻ്റെ ചോട്ടിൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു. മുയൽ ചത്തപ്പോൾ എല്ലാ കാലത്തും മുയലിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ എല്ലാ കാലത്തും ഇതായിരിക്കും അവസ്ഥ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സാമൂഹ്യ ചരിത്രത്തെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തെറ്റായ രീതിയിൽ വിലയിരുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സാർ, ഇവിടെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സ്വപ്നങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന് പാടിയിട്ടുണ്ട്. പക്ഷേ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ബജറ്റ് എന്ന പരിവേഷമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ ബജറ്റിനകത്ത് പരിശോധിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ യാനീസ് വാക്കീസിനെയൊക്കെ പല സന്ദർഭങ്ങളിലും ബജറ്റ് പ്രസംഗത്തിനിടയിൽ ഉദ്ധരിക്കുകയുണ്ടായി. യാനീസ് വാക്കീസിനെയൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് രവീന്ദ്രനാഥ് മാഷ് പറഞ്ഞതുപോലെ നവ ഉദാരവൽക്കരണ കാലത്തെ ലോക സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും എന്തുകൊണ്ട് ആ വഴി സ്വീകരിച്ചുകൂടാ എന്നും അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമ്പൂർണ്ണമായി കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ബജറ്റായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. അവിടെയാണ് യാനീസ് പാക്കീസിൻ്റെ ചങ്ങാത്ത മുതലാളിത്തം എന്ന വാക്ക് ധനമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാർ, ഇവിടെ ഈ ബജറ്റിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞു. മിഷൻ സമുദ്ര എന്ന മുദ്രാവാക്യം. കേരളത്തിൻ്റെ സമുദ്രതീരം എന്ന് പറയുന്നത് പടക്കപ്പലുകളുടെയും പോരാട്ടങ്ങളുടെയും കുഞ്ഞാലിമരക്കാരുടെയും എല്ലാം പടയോട്ടങ്ങൾ നടന്ന വീരസാഹസികതയുടെ ഒരു തീരമാണ് കേരളത്തിൻ്റെ തീരമെന്ന് പറയുന്നത്. ആ തീരത്തെ ആഗോള മാരിടൈം ഭൂപടത്തിലെത്തിക്കുമെന്ന്, അവിടെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്നെല്ലാം ഈ പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ തീരവും ആ തീരത്തിൻ്റെ ആവാസ വ്യവസ്ഥയും എങ്ങനെ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർത്തിപ്പിടിക്കുന്നൊരു ബജറ്റായി ഇത് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മലയാളിക്ക്, തീരദേശം ഏറ്റവും കൂടുതലുള്ള മലയാളിക്ക് സമുദ്രം ആവശ്യമുണ്ട്. ആ സമുദ്രം, അറബിക്കടൽ നമുക്ക് പ്രത്യേകിച്ചും ഇന്ന് ആവശ്യമാണ്. PM ശ്രീ വലിച്ചെറിയുമ്പോഴെങ്കിലും ആ അറബിക്കടൽ അവിടെ കാണണം, ആ തീരത്തെ സംരക്ഷിക്കാൻ സാധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ചില പ്രതികരണങ്ങളൊക്കെ വന്നു. ഭക്ഷണം കൊടുത്തപ്പോൾ അസ്പൃശ്യതയുണ്ടായി. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ശ്രീ മൊയാരത്ത് ശങ്കരൻ എന്ന മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെ ഇല്ലാതായി എന്നുള്ളത് ഏത് വിരോധത്തിൻ്റെ പേരിലായിരുന്നു എന്നും കേരള സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എറണാകുളവും തൃശ്ശൂരും അടങ്ങുന്ന പഴയ DCCയുടെ ഒരു പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എന്ന മനുഷ്യൻ എങ്ങനെയാണ്, ഏത് വിയോജിപ്പിൻ്റെ പേരിലാണ് സമൂഹത്തിൽ നിന്നും ജീവനോടെ ഇല്ലാതായിപ്പോയി എന്ന അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഇവിടെ നവ ഇടതുപക്ഷ ദാർശനിക വേഷം ധരിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ
VS വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെല്ലാം ബഹുകേമന്മാരായിരുന്നു, മഹാന്മാരായിരുന്നു എന്നിവിടെ വിശേഷിപ്പിച്ചു. നല്ലത്. പക്ഷേ ഇവരാരും തന്നെ ജീവിച്ചിരിക്കുമ്പോൾ മഹാനായി EMS നായനാരോ VS അടക്കമുള്ള നേതാക്കന്മാരോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ജീവിച്ചിരിക്കുമ്പോൾ ഈ സഭയിൽ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, പോരാടുമ്പോൾ അവരെക്കുറിച്ചൊന്നും ആരും ഇന്നേ വരെ ഒരു നല്ല വാക്കൊന്നും പറഞ്ഞിട്ടില്ല. ഈ നവദാർശനിക പ്രതിഭകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ തന്നെ നാവുകളിലൂടെ കഴിഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ പല രേഖാചരിത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സാർ, കേരളത്തിൻ്റെ തീരദേശം മത്സ്യത്തൊഴിലാളികൾ ആശങ്കയോടുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും ഈ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. കടമെടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരത്തെയെല്ലാം കടമെടുക്കുക എന്ന് പറയുന്നത് കടത്തിലേക്ക് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ മുതലക്കൂപ്പ് നടത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടമെടുത്ത് മുടിച്ചു എന്നായിരുന്നു ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ അങ്ങനെയാണ്. സാർ, എങ്ങനെയാണ് 986 കോടി രൂപ വീണ്ടും കടമെടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നത്? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മുൻ സർക്കാരിനെതിരായിട്ട് ബജറ്റിനെതിരെ ഉപന്യാസങ്ങളും രേഖകളുമൊക്കെ ചമക്കുമ്പോൾ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആ ബജറ്റ് പ്രസംഗത്തെ എതിർത്തുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള വാചകങ്ങൾ ഓർമ്മയിലുണ്ട്. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? ഈ ബജറ്റിലൂടെ രാഷ്ട്രീയം കളിക്കുകയാണ്, ഈ ബജറ്റിലൂടെ ബജറ്റിൻ്റെ പരിപാവനതയെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ ഈ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലേ? മുൻ ബജറ്റുകളെ, മുൻ സർക്കാരുകളെ വിമർശിക്കാനുള്ള അവസരങ്ങളും വരികളും എത്രമാത്രമാണ് അതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്? അതുകൊണ്ട് സാർ, ഞാൻ പുതിയൊരാളാണ്, അതുകൊണ്ടാണ് ഇതുവരെ കാത്തിരുന്നത്. അത്ര 1 മിനിറ്റല്ലേ ആയുള്ളൂ. 1 മിനിറ്റ് കൂടി എടുത്തു. അപ്പോൾ സാർ, കിഫ്ബി പോലുള്ള ഒരു മഹാപ്രസ്ഥാനത്തെ നിഷ്കാസനം ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നവഫാസിസത്തിൻ്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾ ഈ കോർപ്പറേറ്റ് പക്ഷ താല്പര്യങ്ങളിലൂടെ കേരളീയ സമൂഹത്തിലേക്കും നമ്മുടെ ഭരണ സംവിധാനങ്ങളിലേക്കും കടന്നു വരിക എന്നതിൻ്റെ ആപൽ സൂചനകൾ അടങ്ങുന്നതാണ് ഈ ബജറ്റ്. അതുകൊണ്ട് തന്നെ ഇത് എതിർക്കപ്പെടേണ്ടതാണ്. കേരളീയ സമൂഹം ഇത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.